എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബീട്രൂട്ട് ഉണക്കക്കൊഞ്ച് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്പെഷ്യൽ തോരനാണ്. അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് ക്ഷണിക്കുന്ന കാണാനായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇത് ഒരു വലിയ 2 ബീട്രൂട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു 2 പിടി കൊഞ്ച്. ആ കൊഞ്ച് ഇതാണ്, ഈ കൊഞ്ചാണ്, റെഡി ടു ഈറ്റാണ്. ഇതാണ് ഡ്രൈഡ് പ്രോൺസ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് റെഡി ടു ഈറ്റാണ്. ഇത് നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് തലയും വാലും എല്ലാം കളഞ്ഞ് അവർ ഉണങ്ങി തന്നിരിക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് സമ്മന്തി അരയ്ക്കാനാണെങ്കിലും എല്ലാത്തിനും നമുക്കിത് ഉപകരിക്കാം. റെഡി ടു ഈറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. തേങ്ങയുണ്ട്, ഒരു വലിയ സവാള, 3 പച്ചമുളക്, കരിയാപ്പല, പിന്നെ എണ്ണ, കടുക്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ഇത് അടപ്പേ വെച്ചിട്ടുണ്ട്. ഒരു ചീനിച്ചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് പച്ചമുളക്, കരിയാപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കൊഞ്ചിട്ട് കൊടുക്കാമേ. മഞ്ഞപ്പൊടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇളക്കി കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ. അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കാണ്. ഇളക്കി കൊടുക്കാം. ബീട്രൂട്ട് ശരീരത്തിന് ഒത്തിരി നല്ലതാണ്. നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായം ചെയ്യുന്ന ഒന്നാണ് ബീട്രൂട്ട്. അതുപോലെ നമുക്ക് അത്ലറ്റിക് പെർഫോമൻസ് ചെയ്യുന്നവരൊക്കെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കുടിച്ച് അത്ലറ്റിക് പെർഫോം ചെയ്ത് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നല്ല എനർജി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണിത്. പിന്നെ ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻസിനും മിനറൽസിൻ്റെ ഒരു കലവറ തന്നെയാണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് അടപ്പ് കൊണ്ടൊന്ന് അടച്ച് വയ്ക്കട്ടെ. അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. ഇത് അടച്ച് വെച്ചിട്ട് തീ കുറയ്ക്കുക. തീയിൽ കുറച്ച് ചെറിയ തീയിൽ നമുക്കൊരു 5-10 മിനിറ്റ് വരെ വേവിക്കാം. തുറന്ന് നോക്കാം. ഒരു 5-6 മിനിറ്റായി. അപ്പം തുറന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാം വെന്തിട്ടുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട്.
നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വെരി ടേസ്റ്റി. ഇന്ന ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറിന്. ഇത് ഒരു അച്ചാറും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചോറിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻസും ലൈക്കും സബൊക്കെ തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ആൻഡ് ബ്ലെസ്സഡ് ഡേ. ബൈ ബൈ.